വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6, 30 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. അപ്പം വർദ്ധിപ്പിക്കുന്നു. അപ്പോസ്തലന്മാർ യേശുവിന്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിലും നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുൻപേ അവിടെ എത്തി. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവൻ അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്നു പറഞ്ഞു, ഇത് ഒരു വിജന പ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻ പുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ദനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ? അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്നു നോക്കുവിൻ. അവർ ചെന്നു നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായിരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 100ഉം 50ഉം വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി, കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിനു ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. മനുഷ്യത്വത്തോടെയുള്ള യേശുവിന്റെ പ്രവർത്തന ശൈലി. പ്രത്യേക ദൗത്യങ്ങളുമായി ജനങ്ങളുടെ ഇടയിലേക്ക് അയക്കപ്പെട്ട ശിഷ്യന്മാർ അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവരുടേതായിട്ടുള്ള ദൗത്യങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് തിരിച്ചു വന്ന് യേശുവായിട്ട് ഓരോരുത്തരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന സമയമായിരുന്നു അത്. വളരെയേറെ ഉത്സാഹത്തോടും വളരെയേറെ സന്തോഷത്തോടും ആവേശത്തോടും കൂടിയുള്ള പങ്കുവെപ്പ്. സമയം പോയത് അറിയാത്ത വിധത്തിൽ അവർ അതിൽ മുഴുകാനിട വന്നു. എന്നാൽ യേശു അതിനകം നിരീക്ഷിച്ചു തന്റെ ശിഷ്യന്മാർ ക്ഷീണിതരായിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് യേശു അവർക്കായിട്ട് ചെറിയ ഒരു ഉല്ലാസയാത്ര തരപ്പെടുത്തുകയാണ്. യാത്ര വള്ളത്തിലായിരുന്നു. എല്ലാവരും വള്ളത്തിൽ കയറി കടലിന്റെ മറുകരയിലെത്തിയപ്പോ വള്ളത്തിൽ നിന്ന് അവരൊക്കെ ഇറങ്ങി ഉചിതമായിട്ടുള്ള ഒരു സ്ഥലം കണ്ട് അവർ ഒന്നിച്ചുകൂടി. അത് ഒരു മലമ്പ്രദേശമായിരുന്നു. അനുഭവങ്ങള് യേശുവായിട്ടുള്ള പങ്കുവയ്ക്കുന്ന പ്രക്രിയ അവിടെ വെച്ച് വീണ്ടും ആരംഭിച്ചു. ഇതിനിടയിൽ യേശുവും ശിഷ്യന്മാരും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത ചുറ്റുപാടിലും പരന്നു. ക്ഷണനേരം കൊണ്ട് ജനങ്ങൾ യേശുവിന്റെ അടുത്തേക്ക് ഓടിക്കൂടാൻ തുടങ്ങി. അങ്ങനെ അതൊരു വലിയ ജനസമൂഹമായി തീർന്നു. 10,000-ത്തിലധികം പേര് അവിടെ ഒന്നിച്ചുകൂടി എന്ന് സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. അവരുടെ ഉത്സാഹവും അവരുടെ നിഷ്കളങ്ക പ്രകൃതിയും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യവും ഒക്കെ കണ്ടപ്പോ, എന്നാൽ അവരുടെ യഥാർത്ഥത്തിൽ ഫലപ്രദമായ രീതിയിൽ നയിക്കുന്നതിനുള്ള ആളുകളുടെ അഭാവവും കൂടി മനസ്സിലാക്കിയപ്പോ യേശുവിന് അവരോട് അനുകമ്പ തോന്നിയെന്ന് സുവിശേഷത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് യേശു അവരെ ഉചിതമായ സ്ഥലങ്ങളിലൊക്കെ ഇരുത്തി യേശു കഥകളിൽ കൂടെയും ഉപമകളിൽ കൂടെയും
ഒക്കെ അവരോട് സംസാരിക്കാൻ തുടങ്ങി. തീർച്ചയായിട്ടും അവർക്ക് കൗതുകവും ഹൃദ്യതയും തോന്നിക്കാണണം. അവര് വളരെ ശ്രദ്ധയോടുകൂടെ യേശുവിന്റെ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്നു. സമയം പോയത് അവരറിഞ്ഞില്ല. രാത്രിയോടടുത്തു. എന്നാൽ ആ സമയത്ത് യേശുവിന്റെ മനസ്സിലുള്ള ചിന്ത, ഇവർക്ക് ഭക്ഷണം കൊടുക്കാതെ ഇവരെ പറഞ്ഞയച്ചാൽ വഴിയിൽ വെച്ച് തളർന്നു പോകാൻ ഇടവരും എന്നുള്ളൊരു ചിന്തയാണ് യേശുവിന്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് യേശു ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, ഇവർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ എന്ന്. ശിഷ്യന്മാർക്ക് അതിനെ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ വേറൊരു പോംവഴി അവർക്ക് നിർദ്ദേശിക്കാനില്ല. അതൊരു മലമ്പ്രദേശമായതുകൊണ്ട് അടുത്തുള്ള സ്ഥലത്തു നിന്നും ഇത്രയേറെ വലിയ ഒരു ജനക്കൂട്ടത്തിന് ഭക്ഷണം കൊടുക്കാവുന്നത് കിട്ടാനും സാധ്യമല്ല. യാഥാർത്ഥ്യബോധത്തോടുകൂടി യേശു തന്റെ ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, നിങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ല്, അവരുടെ കൈവശം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും. ശിഷ്യന്മാർ അവരുടെ അന്വേഷണത്തിന്റെ ഫലമായിട്ട് അല്പം ഭക്ഷണ സാധനങ്ങൾ ചില വ്യക്തികളുടെ കയ്യിലുള്ളതായിട്ട് കണ്ടു. അത് സമാഹരിച്ചു നോക്കുമ്പോൾ 5 അപ്പവും 2 മത്സ്യവും ഇത്രയേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് എന്താകാനാണ് ഇത്രയും വലിയൊരു ജനാവലിക്ക്? യേശു തന്റെ സഭയെ നയിക്കാൻ നിയുക്തരായിട്ടുള്ള തന്റെ ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുകയായിരുന്നു. എങ്ങനെയാണ് സഭയെ തങ്ങൾ നയിക്കേണ്ടത്? ആ നയിക്കുമ്പോൾ എന്ത് ചിന്ത സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുണ്ടാകണം? അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നതിനുള്ളൊക്കെയുള്ള ചിന്തകള് അവർക്ക് പ്രദാനം ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള പ്രായോഗിക പരിശീലനം എന്ന രീതിയിൽ ഇതിനൊക്കെ കാണുന്നതിൽ തെറ്റില്ല. യേശു ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, നിങ്ങൾ ജനങ്ങളെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഇരുത്ത്. നിങ്ങൾ സമാഹരിച്ചിട്ടുള്ള ഭക്ഷണം എന്റെ അടുത്ത് കൊണ്ടുപോവാ. യേശു ആ ഭക്ഷണം വാങ്ങിക്കൊണ്ട് പ്രാർത്ഥനാനിർഭരമായ രീതിയിൽ തന്റെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് അത്ഭുതകരമായ രീതിയിൽ ആ ഭക്ഷണത്തെ വർദ്ധിപ്പിക്കുന്നു. ഒരു അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ യേശു ജനങ്ങൾക്ക് അപ്പോൾ ഉണ്ടായിരുന്ന ആവശ്യം, വിശപ്പ് മാറ്റുന്നതിനുള്ള പരിശ്രമത്തിലാണ് യേശു. അങ്ങനെ അത്ഭുതകരമായിട്ട് വർദ്ധിപ്പിച്ച ആ അപ്പവും മീനും ശിഷ്യന്മാരെ ഏൽപ്പിച്ച് അവരോട് നിർദ്ദേശിക്കുന്നു, നിങ്ങൾ തന്നെ ജനങ്ങൾക്ക് വിളമ്പിക്കൊടുക്കൂ. സുവിശേഷകനായ മർക്കോസ് നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, ജനങ്ങളെല്ലാം സുഭിക്ഷമായിട്ട് ഭക്ഷിച്ചു. 5000-ലേറെ വരുന്ന ജനാവലി സുഭിക്ഷമായിട്ട് ഭക്ഷിച്ചതിന് ശേഷം ബാക്കി ഭക്ഷണ പദാർത്ഥങ്ങള് അവിടെ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. യേശു നിർദ്ദേശിക്കുകയാണ്, ഒന്നും ഉപയോഗശൂന്യമാക്കി കളയരുത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ശേഖരിക്കണം. അങ്ങനെ ശേഖരിച്ചിട്ടുള്ള അതിന്റെ അളവ് പോലും സുവിശേഷത്തില് വിവരിക്കുന്നുണ്ട്. യേശു ഇതിൽ കൂടെ തന്റെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ എങ്ങനെയാണ് ആ നേതൃത്വത്തിന്റെ ശൈലിയിൽ കൂടെ മുന്നോട്ട് പോകേണ്ടത് എന്ന് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന, പ്രായോഗികമായിട്ട് അവരെ മനസ്സിലാക്കുന്ന ഒരു അനുഭവ പാഠമായിട്ട് ഇതിനെ മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ ശിഷ്യന്മാർക്ക് ഉള്ളിൽ കൊണ്ടു നടക്കാവുന്ന, ഉള്ളിൽ ഓർക്കാവുന്ന, മധുരിക്കുന്ന സ്മരണകൾ ഉണർത്താവുന്ന ഒരു സംഭവമാക്കിയിട്ട് യേശു ആ പങ്കുവെക്കൽ സമ്മേളനത്തെ മാറ്റി തീർക്കുകയാണ്. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രമേയം തന്നെ.